ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും വാച്ചാലി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ആട്ട കൊണ്ട് പാനിപൂരിയുടെ പൂരി എങ്ങനെയാണ് ആട്ട ഗോൾഗപ്പ പൂരിയല്ല ഗോൾഗപ്പ. അപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആയവർക്ക് ബെസ്റ്റാണ്. പിന്നെ സത്യം പറഞ്ഞു വെച്ചാൽ നമ്മൾ ആട്ടപ്പൂരിനെക്കാട്ടും ടേസ്റ്റ് നമ്മൾ റവ കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന പൂരി തന്നെയാണ്. റവയും മൈദയും മിക്സ് ചെയ്തിട്ടുള്ളത്. ആട്ട കൊണ്ടുണ്ടാക്കിയത് നമുക്കൊരു പൂരിയുടെ ഫ്ലേവർ വരും. പക്ഷേ എന്നാലും പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ചിലപ്പോൾ ചിലർക്കൊക്കെ എങ്ങനെയായിരിക്കും ഇഷ്ടം, അവർക്ക് വേണ്ടിയിട്ട് ഇത് ഞാൻ റെസിപ്പി അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇതൊരു യൂട്യൂബ് ചാനലിൽ കണ്ടതാണ്, അങ്ങനെ അത് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പെർഫെക്റ്റായി വന്ന്, പക്ഷേ ടേസ്റ്റ് കൊണ്ട് നമുക്ക് മറ്റേ പൂരി തന്നെയാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ അരക്കപ്പ് നേരിയ റവ എടുത്തിട്ടുണ്ട്. അരക്കപ്പ് നേരിയ റവക്ക് ഒരു അരക്കപ്പ് തന്നെ ആട്ട എടുത്തിട്ടുണ്ട്, ഗോതമ്പിൻ്റെ പൊടി. അതിലേക്ക് നമുക്ക് ഇളം ചൂടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. കുറച്ച് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഉപ്പാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, അധികം ഒന്നായിപ്പോയി. അതും കൂടി ഇട്ടതിന് ശേഷം നന്നായത് കൈ കൊണ്ട് തിരുമ്മിയെടുക്കാം. ഇനി നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇത് കണ്ടില്ലേ, ആവി പോകുന്ന ചൂടുവെള്ളമാണ്. അപ്പോൾ ഇതിട്ട് കുറച്ചായി ഒഴിച്ചിട്ട് നമുക്ക് നല്ല ടൈറ്റായിട്ടൊന്ന് കുഴച്ചെടുക്കണം. മോയ്സ്ചർ അധികം ഉണ്ടാകാൻ പാടില്ല, നല്ല ടൈറ്റായിട്ട് തന്നെ ഡോ റെഡിയാക്കി എടുക്കണം. ഇതുണ്ടല്ലേ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ. ഇനി നമ്മൾ കൈ കൊണ്ട് നന്നായി അമർത്തി കുഴച്ച് ഇതൊന്ന് സ്മൂത്താക്കി എടുക്കാം. അപ്പോൾ ഇതേപോലെ കുഴച്ചില്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ പൂരി ഉണ്ടാക്കുമ്പോൾ സോഗി ആയിപ്പോൾ സോഫ്റ്റ് ആക്കും. ഇങ്ങനെ ടൈറ്റിൽ കുഴച്ചാലും നമുക്ക് നല്ല ക്രിസ്പി ആയ പൂരി കിട്ടുള്ളൂ. ഇപ്പോൾ കൈയോടെ ഈ ഒരു പോർഷൻ വെച്ചിട്ട് നമുക്ക് നന്നായി അമർത്തി കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് നന്നായി ഉരുട്ടി റോൾ ചെയ്തെടുക്കാം. ചെറിയ ബോൾസാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഓവൽ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഇതേപോലെ പരത്തിയെടുക്കാം. ഈ ഒരു ഓവൽ ഷേപ്പിൽ നമുക്ക് വായിലേക്ക് ഇടാനും എളുപ്പമായിരിക്കും. റൗണ്ട് ഷേപ്പിലാണ് വേണ്ടതെങ്കിൽ ഇതേപോലെ വട്ടത്തിൽ ചപ്പാത്തി പോലെ പരത്തിയതിന് ശേഷം ഒരു ബോട്ടിലിൻ്റെ ഡക്കം വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ കട്ട്ലറ്റ് കട്ടർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അധികം ഡ്രൈ ആയപ്പോൾ പരത്തി നമുക്ക് വേഗം തന്നെ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ലോ ഫ്ലെയിമിൽ വെക്കണം. ഹൈ ഫ്ലെയിമിലായാൽ പെട്ടെന്ന് തന്നെ നമ്മൾ പൂരി പൊങ്ങി വരും, കരിഞ്ഞു പോകുകയും ചെയ്യും. അപ്പോൾ എന്നാൽ ക്രിസ്പി ആവില്ല, ഇപ്പോൾ സോഫ്റ്റായി പോകും. അപ്പോൾ ഇത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറേ സമയം വെച്ചിട്ട് നല്ല ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ഭാഗം നല്ല ഇതായതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ പൂരി റെഡി ആയിട്ടുണ്ട്. ഒരു ബാച്ച് അതേപോലെ ഞാൻ വീണ്ടും ഒരു ബാച്ച് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നമ്മൾ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിന് വേണ്ടി ഒരു ചട്നി ഉണ്ടാക്കണം. ചട്നിക്ക് വേണ്ടി മല്ലിയില നന്നായി കഴുകിയെടുത്തതിന് ശേഷം മിക്സറിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു 4 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, നല്ല സ്പൈസി. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു ഇഞ്ചി നീളത്തിലുള്ള ഇഞ്ചി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പുളിയാണ്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി മുഴുവനായി ഇട്ട് കൊടുക്കുക. കാരണം നമ്മളെ പാനിപൂരിയുടെ പാനിക്ക് നല്ലൊരു പുളിയുടെ ടേസ്റ്റ് കൂടി വേണം. ഒരു കണക്കായി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ്. ഇനി അല്പം വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി പേസ്റ്റാക്കി എടുക്കുക. ഇത് അപ്പോൾ ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം.
ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഒഴിച്ചിട്ട് പകുതി ഒഴിച്ച് മുക്കാൽ ഭാഗം ഒഴിച്ചിട്ട് ബാക്കി വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ജാഗർ ഇതേപോലെ ചിരണ്ടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തിക്കാൻ മീട്ട പാനിക്ക് വേണ്ടിയിട്ടാണ്. ആ മീട്ട പാനി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ തന്നെ നമ്മളെല്ലാ ടേസ്റ്റും അടങ്ങിയിരിക്കും. എരിവും പുളിയും മധുരവും എല്ലാം അടങ്ങിയൊരു പാനിയാണിത്. അപ്പോൾ ഇതിലേക്ക് ജാഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പാനിപൂരി മസാല ഇതേപോലെ വാങ്ങിക്കാൻ കിട്ടും, അതിട്ട് കൊടുക്കുകയാണ്. ഇതില്ലെങ്കിൽ നിങ്ങളിതിലേക്ക് ചാറ്റ് മസാല ചേർത്ത് കൊടുക്കാം, പിന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ എരിവിന് ആവശ്യമായത്. അല്ലെങ്കിൽ ജൽജീരയുടെ പാക്കറ്റ് ഉണ്ടെങ്കിൽ അതും ഒരു പാക്കറ്റ് പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല ഫിൽറ്റർ വാട്ടർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തിളപ്പിച്ചെടുത്തതാണ്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ നന്നായി ഒന്ന് ഇളക്കി നോക്കട്ടെ. ഉപ്പും മധുരം എരിവ് പുളിയൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം. വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ എല്ലാം കറക്റ്റാണ്. അപ്പോൾ നമ്മളെ പാനിപ്പൂരിയുടെ പാനിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് റഗട ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടി ഈ വെള്ളപ്പട്ടാണിയില്ല അതാണ് എടുത്തിട്ടുള്ളത്. അത് പ്രഷർ കുക്കറിലിട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ ഇട്ട് വേവിച്ചതിന് ശേഷം ഇതിലേക്ക് ചാറ്റ് മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള നിങ്ങൾ ഫില്ലിങ്ങിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിൽ ഫില്ല് ചെയ്യാനെടുക്കാം. വെള്ളക്കടല വേവിച്ചിട്ട് ചേർക്കാം. പിന്നെ സ്പ്രൗട്ട്സ് വേണമെങ്കിൽ അതും എടുക്കാം. പൊട്ടറ്റോ ഇതാക്കിയിട്ട് മാഷ് ചെയ്തിട്ട് അതും ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് ലാസ്റ്റ് മല്ലിയിലയും ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് ഗാർണിഷ് ചെയ്യാം. പിന്നെ അതിലേക്ക് കുറച്ച് ചാറ്റ് മസാലയും ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കണ്ടില്ലേ, നമ്മളെ പൂരി നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ആ സൗണ്ട് നമ്മൾ ഗോൾഗപ്പ ആയിട്ടുണ്ട്. നമ്മുടെ ഗോൾഗപ്പ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് നോക്കാം. ഒന്ന് എടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആദ്യം റഗട ഇട്ട് കൊടുക്കാം. റഗട ഫില്ല് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് പാനി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇതിൽ വേണമെങ്കിൽ മുക്കിയിട്ട് കൊടുക്കാം. ഞാനിതിൽ മുക്കുന്നില്ല, കാരണം നമുക്ക് എല്ലാവർക്കും കഴിക്കാനുള്ളതല്ലേ. കൈയിട്ട് മുക്കി പിന്നെ മറ്റുള്ളവർക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിലേക്ക് കുറച്ച് എരിവ് കുറവുണ്ടായിരുന്നു. വേണമെങ്കിൽ കുറച്ചും കൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ബാക്കിയൊക്കെ കറക്റ്റായിരുന്നു. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. റവ കൊണ്ടുള്ള പൂരിയൊക്കെ അത് എത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും ഇതും കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്കൊരു ആട്ടയുടെ ടേസ്റ്റ്, നമ്മൾ ഗോതമ്പ് പൊടിയുടെ ഒരു ഫ്ലേവർ വരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഹെൽത്ത് കോൺഷ്യസ് ആയ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള പൂരി ഇതേപോലെ നിറച്ച് നമ്മൾ കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പിയുമായി കാണുന്നതിനേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.